Measures of correlation, scatter diagram and graphic method. മെഷേഴ്സ് ഓഫ് കോറിലേഷനിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സ്കാറ്റർ ഡയഗ്രം മെത്തേഡാണ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ് സ്കാറ്റർ ഡയഗ്രം മെത്തേഡ്. സ്കാറ്റർ ഡയഗ്രം മെത്തേഡിൽ നമ്മൾ രണ്ട് വേരിയബിൾസിനെയും എക്സ് ആക്സിസിലും വൈ ആക്സിസിലും പ്ലോട്ട് ചെയ്യുന്നു. ഈ ഒരു 2 ഡയമെൻഷണൽ ഗ്രാഫിൽ രണ്ട് വേരിയബിൾസിൻ്റെയും വാല്യൂസ് പ്ലോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പാറ്റേൺ ആദ്യത്തെ ഡയഗ്രത്തിൽ കാണിച്ച പോലെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അത് കാണിക്കുന്നത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനെയാണ്. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനിൽ രണ്ട് വേരിയബിൾസും ഒരേ റേഷ്യോയിലാണ് ചേഞ്ച് ചെയ്യുന്നത്, കോൺസ്റ്റൻറ്റ് റേഷ്യോയിലാണ് ഈ ചേഞ്ച് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ലീനിയർ ആയിട്ടുള്ളൊരു ലൈൻ കിട്ടുന്നത്. ഇനിയിപ്പോൾ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഈ രണ്ടാമത് കാണിച്ചേക്കുന്ന ഡയഗ്രത്തിലെ ഒരു പാറ്റേൺ ആണ് കിട്ടുന്നത്. ഈ ഒരു കേസിൽ രണ്ട് വേരിയബിൾസ് തമ്മിൽ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ്, പക്ഷേ രണ്ടിൻ്റെയും ചേഞ്ച് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് റേഷ്യോയിൽ തന്നെ ആയിരിക്കും. എപ്പോഴൊക്കെ വേരിയബിൾസ് തമ്മിലുള്ള ചേഞ്ച് കോൺസ്റ്റൻറ്റ് റേഷ്യോയിലാണ് മൂവ് ചെയ്യുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ലീനിയർ ലൈൻ തന്നെയായിരിക്കും കിട്ടുന്നത്. അടുത്തത് ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ. ഇത് നമുക്ക് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാം. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനെ കാണിക്കുന്ന ആ ലൈനിൻ്റെ ഏറ്റവും അടുത്താണ് നിങ്ങൾ പ്ലോട്ട് ചെയ്യുന്ന പോയിൻറ്റ്സ് വരുന്നതെങ്കിൽ, എക്സ് വേരിയബിളിൻ്റെയും വൈ വേരിയബിളിൻ്റെയും പോയിൻറ്റ്സ് ആ ഒരു ലൈനിൻ്റെ അടുത്താണ്, ഏറ്റവും അടുത്താണ് വരുന്നതെങ്കിൽ അതാണ് ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ. ഇനി ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ്റെ തൊട്ട് താഴെയുള്ള ഡയഗ്രം നോക്കുക, ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ. അതിലെങ്ങനെയായിരിക്കും നമ്മൾ പറഞ്ഞ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ്റെ ആ ഒരു ലൈനിൻ്റെ കുറച്ച് ദൂരെ ആയിട്ടാണ് നമ്മൾ പ്ലോട്ട് ചെയ്ത എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് വരുന്നതെങ്കിൽ അതാണ് ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷനെ കാണിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെയാണ് ഹൈ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷനും ലോ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷനും. അതായത് നമ്മൾ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനെ ഒരു ലൈൻ ഉപയോഗിച്ച് കാണിച്ചല്ലോ, ആ ഒരു ലൈനിൻ്റെ അടുത്താണ് ആ പോയിൻറ്റ്സ് വരുന്നതെങ്കിൽ, എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ പോയിൻറ്റ്സ് വരുന്നതെങ്കിൽ അതാണ് ഹൈ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ. ഇനി ആ ഒരു ലൈനിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ടാണ് പോയിൻറ്റ്സ് വരുന്നതെങ്കിൽ അതാണ് ലോ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ. Now we can see the cases of no correlation between variables. നമ്മുടെ സ്കാറ്റർ പ്ലോട്ടിൻ്റെ പാറ്റേൺ ഈ കാണിക്കുന്ന പോലെയാണെങ്കിൽ വേരിയബിൾസ് തമ്മിൽ ഒരു റിലേഷനും ഇല്ല എന്നാണ് അതിൻ്റെ മീനിങ്. സ്കാറ്റർ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലൈൻ വേർട്ടിക്കൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ വേർട്ടിക്കൽ ആക്സിസിൽ മെഷർ ചെയ്യുന്ന വേരിയബിളിന് എന്ത് ചേഞ്ച് വന്നാലും ഹൊറിസോണ്ടൽ ആക്സിസിൽ മെഷർ ചെയ്യുന്ന വേരിയബിൾ ഒറ്റ വാല്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ, ഒരു സിംഗിൾ വാല്യൂ മാത്രമേ അവിടെ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇത് തമ്മിൽ റിലേറ്റഡ് ആണെന്നുള്ളത്. അതുപോലെ നമുക്ക് കിട്ടുന്ന ലൈൻ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിൽ എക്സ് ആക്സിസിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന വേരിയബിൾ ഏതൊക്കെ വാല്യൂസ് എടുത്താലും, അതായത് എത്ര ചേഞ്ചസ് വന്നാലും നമ്മുടെ വെർട്ടിക്കൽ ആക്സിസിലുള്ള വൈ എന്ന് പറയുന്ന, അതായത് വൈ ആക്സിസിലുള്ള വേരിയബിൾ ഒറ്റ വാല്യൂവിൽ തന്നെയാണ് നിൽക്കുന്നത്, അവിടെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല. അതുകൊണ്ട് അത് തമ്മിൽ റിലേഷൻ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലൊരു കേസാണ് സ്കാറ്റർ പ്ലോട്ട്സ്. ഇപ്പോൾ ഒരുപാട് സ്പ്രെഡിലാണ് കിടക്കുന്നത്, അവിടെ ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും വേരിയബിൾസ് തമ്മിൽ ഒരു റിലേഷനും ഇല്ല എന്നാണ് അതിൻ്റെ മീനിങ്. ഗ്രാഫിക് മെത്തേഡിൽ നമുക്ക് തന്നേക്കുന്ന ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂസും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂസും പ്ലോട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ലീനിയർ അല്ലെങ്കിൽ ഒരു നോൺ ലീനിയർ ഗ്രാഫ് കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് പറയാം ഈ വേരിയബിൾസ് തമ്മിൽ കോറിലേഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇവിടെ ഒരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടില്ല ഒരിക്കലും, നമുക്ക് കിട്ടുന്നതൊരു ഗ്രാഫാണ്.